ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് സെൽസർ എന്നാണ് പറയുന്നത്. സെൽസർ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് സാധാരണഗതിയില്ല. ഏറ്റവും കുറഞ്ഞ മോഡ്യൂൾ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന സ്വിച്ചുകളുടെ കൂട്ടത്തിലാണ് സെൽസർ വരുന്നത്. ഒരു വളരെ കുറഞ്ഞ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു സ്വിച്ച് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്കതിന് പറയാൻ പറ്റുള്ളൂ. കാര്യം 3.5 to 4 ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്, ക്വാളിറ്റി റേഞ്ച് വരുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ റേഞ്ച് കൊണ്ട് തന്നെ അതിനെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു ക്വാളിറ്റി ബേസിൽ വലിയതായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരും ഇങ്ങനൊരു സ്വിച്ച് നമുക്ക് അവൈലബിൾ ആണ്, കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളതിനെ പുറത്താക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വിച്ച് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 18ഓളം സ്വിച്ചുകൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉള്ളതിൽ പ്രധാനപ്പെട്ട സ്വിച്ചുകളുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. സെൽസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജനറൽ സ്വിച്ച് എന്ന രീതിയിൽ മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. സ്നൈഡർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകാം, പക്ഷേ അതിഭയങ്കരമായ വിലയും എങ്കിൽ അത്രയും തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ളൊരു കമ്പനിയാണ്. ഏകദേശം അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജർമ്മൻ കമ്പനിയാണ്. ബേസിക്കലി അത് ജർമ്മനാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് പ്രൊഡക്ഷൻ ഉണ്ട് ഇതിൻ്റെ. സ്നൈഡർ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടേതായ മോഡ്യൂളുകൾ അവരുടേതായ ഫിറ്റിങ്ങുകളിൽ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സ്നൈഡറിൻ്റെ ഒരു കുഴപ്പം. സ്നൈഡർ എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിൽ വരുന്ന ക്വാളിറ്റിയും ആ റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റുമാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിടിപ്പിക്കാനുള്ള ബോക്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സ്നൈഡറിൻ്റെ തന്നെ വാങ്ങുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ സ്നൈഡറിന് അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു കമ്പനിയാണ്. ഇത് ജർമ്മൻ കമ്പനിയാണ് വാസ്തവത്തിൽ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് സ്നൈഡേഴ്സ്. പക്ഷേ വില വന്നിട്ട് സാധാരണ സ്വിച്ചിന് പോലും 100 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത്. സാധാരണ ഒരു സാധാ സ്വിച്ചിന് 40 രൂപ 41 രൂപ റേഞ്ച് വരുമ്പോൾ ഒരു സ്നൈഡറിൻ്റെ സാധാരണ സ്വിച്ചിന് 100 രൂപ 110 രൂപ വരെ റേഞ്ച് വരുന്നു എന്നുള്ളതാണ് ശരിക്കും സ്നൈഡറിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയേണ്ടത്. അപ്പോൾ ഈ സ്നൈഡർ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് സ്വിച്ച് തന്നെയാണ്, യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ്. ABB എന്ന് പറയുന്നൊരു സ്വിച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്നത് വളരെ കുറവായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു അന്താരാഷ്ട്ര, അത് ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു ബ്രാൻഡാണ് ABB എന്ന് പറയുന്നത്. 130 വർഷത്തിന് മുകളിലായിട്ട് ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് ABB എന്ന് പറയുന്നത്. അവർ കൂടുതലും കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്, എങ്കിലും അവർക്ക് സ്വിച്ചുകളും അവൈലബിൾ ആണ്. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റാത്തത്ര ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല ഫിറ്റിങ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഊരി മാറ്റി പുതിയത് എടുക്കാൻ പറ്റുന്നു, ഇടാൻ പറ്റുന്നു ഒക്കെയുള്ള രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ABB എന്ന് പറയുന്നത്. വില വെച്ചിട്ട് വളരെ കൂടുതലായിട്ടുള്ളൊരു വിലയുള്ളൊരു മെറ്റീരിയലാണ്. നമ്മുടെ മെയിൻ സ്വിച്ചുകൾ, DB ബോക്സുകൾ പോലുള്ള എല്ലാ സാധനങ്ങളും, അവർ ഹെവി ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ABB എന്ന് പറയുന്നത്. അവർക്കും സ്വിച്ചുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ആ സ്വിച്ചുകൾ നമുക്ക് വാങ്ങി വീട്ടിൽ ഫിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിലവ് കൂടുതലാണ്. എന്നാലും വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ABB എന്ന് പറയുന്ന സ്വിച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ 3 വോളിയത്തിലൂടെ മൊത്തം നമ്മൾ 9 സ്വിച്ചുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ 4ാമത്തെ വോളിയത്തിൽ നമ്മൾ ഈ പറയുന്ന 3 സ്വിച്ചുകളെ കുറിച്ച് കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.